റഷ്യയുടെ വിമാനങ്ങൾ നാറ്റോ എയർ സ്പേസ് വയലേറ്റ് ചെയ്ത സംഭവം അടുത്തിടെ എസ്റ്റോണിയയിൽ വെച്ച് സംഭവിച്ചു. എന്നാൽ എന്തിനാണ് റഷ്യക്ക് ഇങ്ങനെ മുന്നറിയിപ്പുകൾ നൽകുന്നത്? നിങ്ങൾ റഷ്യയുടെ എയർക്രാഫ്റ്റ്സ് അകത്തേക്ക് വരികയാണെങ്കിൽ ഒറ്റ തവണ മാത്രം മുന്നറിയിപ്പ് നൽകുക. അതിനപ്പുറവും റഷ്യയുടെ വിമാനങ്ങൾ ഏതൊരു തരത്തിലും റെസ്പോൺസ് ചെയ്തില്ല, അല്ലെങ്കിൽ അവരുടെ വിമാനങ്ങൾ വയലേറ്റ് ചെയ്യുന്നത് തുടരുകയാണെങ്കിൽ ആ വിമാനങ്ങളെ നിങ്ങൾ വെടിവെച്ച് വീഴ്ത്തുക. റഷ്യയുടെ ഇൻക്വേഷൻസ് ഇതിനുശേഷം സഹിക്കേണ്ട ഒരാവശ്യം അല്ലെങ്കിൽ ആ ഒരു അവസ്ഥ നാറ്റോയ്ക്കില്ല. ഇതിലൂടെ അതെല്ലാവരും അറിയണം എന്നുള്ള ഒരു പ്രധാനപ്പെട്ട സ്റ്റേറ്റ്മെന്റ് ഒരു രാജ്യം നൽകി. വളരെ പ്രധാനപ്പെട്ട രാജ്യത്തിലെ ഒരു നേതാവാണ് ഈ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞത്. ഇതിന് പാരലായി UK-യും അവരുടെ ടൈഫൂൺ ജെറ്റ്സിനെ പോളണ്ടിലേക്ക് അയച്ചിട്ടുണ്ട്, റഷ്യയുടെ ഏരിയൽ അറ്റാക്സിൽ നിന്നും പോളണ്ടിനെ ഡിഫെൻഡ് ചെയ്യാൻ. ഇതിനെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരു വീഡിയോയിലൂടെ നമുക്ക് വിശദമായി അറിയാം. നാറ്റോ വേഴ്സസ് റഷ്യ, ഈ ഒരു ടോപ്പിക് റഷ്യ ഉക്രൈൻ യുദ്ധം ആരംഭിച്ചതിന് ശേഷം 10 ദിവസത്തിൽ ഒരു തവണയെങ്കിലും സംസാരിക്കേണ്ടി വരുന്നുണ്ട്. കാരണം അത്രത്തോളം ടെൻഷൻസ് ഈ രണ്ട് വിഭാഗവും ചേർന്ന് എസ്കലേറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അടുത്തിടെ ഇന്നലെ ഉക്രൈനുള്ളിൽ ഒരു വലിയ ഏരിയൽ അറ്റാക്ക് റഷ്യ ചെയ്തു. 580-ലധികം ഡ്രോണുകൾ, 40-ലധികം ക്രൂയിസ് മിസൈൽസ്. ഇതിൽ ബാലിസ്റ്റിക് മിസൈൽസ് ഇല്ല, ക്രൂയിസ് മിസൈൽസ് മാത്രമാണ്. ഇസ്കാന്ദർ മിസൈൽസ് ഉപയോഗിച്ചതായി യാതൊരു വാർത്തയുമില്ല. ഈ ഒരു അറ്റാക്കിന്റെ തീവ്രത ഉക്രൈനുള്ളിൽ അത്രത്തോളം ഉണ്ടായിരുന്നു. അവിടെ ഒരു 12 ട്രാൻസ്ഫോമർ നെറ്റ്വർക്ക് നശിപ്പിക്കപ്പെട്ടു എന്ന് വാർത്തയുണ്ട്. 3 പേർ മരിച്ചിട്ടുണ്ട്, 14-ലധികം പേർക്ക് പരിക്കും സംഭവിച്ചു എന്ന് വാർത്തയുണ്ട്. ഇത്രത്തോളം വലിയ ഒരു ഏരിയൽ അസോൾട്ട് റഷ്യ ചെയ്യുമ്പോൾ പോളണ്ട് അവരുടെ എയർഫോഴ്സ് ജെറ്റിനെ എല്ലാം സ്ക്രാമ്പിൾ ചെയ്യുന്നു. അവരുടെ F-16 വിമാനങ്ങളെ ഉക്രൈനോട് ചേർന്നുള്ള എയർ സ്പേസിൽ പറക്കാൻ തയ്യാറാകുന്നു. റഷ്യയുടെ ഏരിയൽ അറ്റാക്ക് എപ്പോൾ വേണമെങ്കിലും ഉക്രൈനിൽ നിന്നും പോളണ്ടിലേക്ക് ഡൈവേർട്ട് ആകാം. കഴിഞ്ഞ തവണ അങ്ങനെ നടന്നപ്പോൾ പോളണ്ടിന് അതൊരു വലിയ അപമാനമായി തന്നെ മാറി. 23 ഡ്രോണുകൾ അകത്തേക്ക് വന്നു, അതിൽ 4 മാത്രമാണ് ഇന്റർസെപ്റ്റ് ചെയ്തത്. അപ്പോൾ ബാക്കി ഡ്രോണുകളെ എന്തുകൊണ്ട് നിങ്ങളെ കൊണ്ട് ഇന്റർസെപ്റ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന് ഇന്റർനാഷണൽ മാധ്യമങ്ങളും നാറ്റോ പാർട്ട്നേഴ്സ് എല്ലാം പോളണ്ടിനെ നോക്കി ചോദ്യം ചോദിച്ചു. അപ്പോൾ ഇത്തവണ അങ്ങനെ ഒരു സംഭവം നടക്കാൻ പാടില്ല എന്നതിനു വേണ്ടി റഷ്യയുടെ ഡ്രോണുകളെ പൂർണ്ണമായും ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടിയും ഒരു 14-ലധികം ഫൈറ്റർ ജെറ്റ്സിനെ പോളണ്ട് കളമിറക്കി. മാത്രവുമല്ല, ഇവർക്ക് സപ്പോർട്ട് നൽകുന്ന രീതിയിൽ യൂറോഫൈറ്റ് ടൈഫൂൺസിന്റെ ചില നമ്പേഴ്സ് UK പോളണ്ടിലേക്ക് അയച്ചു. ഇതിനുശേഷം പോളണ്ട് പറഞ്ഞ ഒരു കാര്യം നോക്കുക, റഷ്യയുടെ യുദ്ധവിമാനങ്ങൾ, റഷ്യയുടെ ഡ്രോണുകൾ നാറ്റോ എയർ സ്പേസിലേക്ക് ഇടയ്ക്കിടയ്ക്ക് ബ്രീച്ച് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഞങ്ങളുടെ ഫൈറ്റർ ജെറ്റ്സിനെ അയച്ചിട്ടുള്ളത് ജസ്റ്റ് ഒരു റിമൈൻഡറിന് വേണ്ടി മാത്രമാണ്. അതായത് നിങ്ങളുടെ പക്കൽ മാത്രമല്ല ഫോഴ്സ് ഉള്ളത്, ഞങ്ങളുടെ പക്കലും ഫോഴ്സസ് ഉണ്ട്. നാറ്റോ എയർ സ്പേസ് നിങ്ങളിങ്ങനെ ബ്രീച്ച് ചെയ്യുന്ന തുടരുകയാണെങ്കിൽ ഞങ്ങൾക്കും ഒരു പ്രശ്നം നിങ്ങൾക്ക് നൽകാൻ കഴിയും എന്നത് റഷ്യ മനസ്സിലാക്കാൻ വേണ്ടിയാണ് അയച്ചത്. ഇപ്പോഴത്തേക്ക് ഡിഫൻസീവ് പോർഷൻ നിൽക്കുന്ന ഞങ്ങളുടെ വിമാനങ്ങൾ റഷ്യയുടെ ഡ്രോണുകൾ പോളണ്ട് എയർ സ്പേസിനുള്ളിലേക്ക് കടക്കുകയാണെങ്കിൽ അതിനെ വെടിവെച്ച് വീഴ്ത്താനുള്ള പ്രവർത്തനങ്ങളിലും ഏർപ്പെടും. നാറ്റോയുടെ പക്കൽ നിന്നും ഒരു അപ്രൂവൽ വരുന്നതുവരെയും പ്രയറായി അടുത്ത നടപടികൾ വരുന്നതുവരെയും ഞങ്ങളുടെ വിമാനങ്ങൾ പോളണ്ട് എയർ സ്പേസിൽ തന്നെ ഉണ്ടാകുമെന്ന രീതിയിൽ അവരുടെ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു. അപ്പോൾ ആമുഖത്തിൽ ഒരു കാര്യം പറഞ്ഞല്ലോ, അതിനും ഇതിനും ബന്ധമില്ലേ? UK അല്ലേ ഇങ്ങനെ ഒരു മുന്നറിയിപ്പ് നൽകിയതെന്ന് ചോദിച്ചാൽ UK അല്ല നൽകിയത്. ഇങ്ങനെ ഒരു മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത് ചെക്ക് റിപ്പബ്ലിക് ആണ്, നാറ്റോയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു രാജ്യം. ഇവർ ചെയ്തത്, നിങ്ങൾ വെറുതെ എന്തിനാണ് റഷ്യക്ക് ഇങ്ങനെ ഒരു മുന്നറിയിപ്പ് നൽകുന്നത്? 12 മിനിറ്റ് റഷ്യയുടെ യുദ്ധവിമാനങ്ങൾ എസ്റ്റോണിയ എയർ സ്പേസിൽ ഉണ്ടായിരുന്നു. അടുത്തിടെ ലഭിച്ചിട്ടുള്ള വാർത്ത 2-3 തവണ റേഡിയോ ബ്രേക്ക് ചെയ്യാൻ, അവരുമായി ഒരു കമ്മ്യൂണിക്കേഷൻ നടത്താനായി നാറ്റോ കമാൻഡിൽ നിന്നും ശ്രമങ്ങൾ എടുത്തു എന്നുള്ള വാർത്ത പുറത്തു വന്നിരുന്നു. എന്നാൽ 9 തവണ കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അവരുടെ എയർ സ്പേസിനുള്ളിലേക്ക് വന്ന വിമാനങ്ങളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, പൈലറ്റ്സുമായി സംസാരിക്കണം എന്നതിനു വേണ്ടി അവരുടെ റേഡിയോ ബ്രേക്ക് ചെയ്യാനായി 9-ൽ കൂടുതൽ തവണ ശ്രമിച്ചിട്ടുണ്ട്. എന്നാൽ 9 തവണയും ഈ ഒരു റിക്വസ്റ്റ് റഷ്യൻ വിമാനങ്ങൾ റിജക്ട് ചെയ്തു. ആക്ച്വലി അറ്റംപ്റ്റ് അവിടെ ഫെയിൽ ആയിട്ടില്ല. റിക്വസ്റ്റ് അവർ വാങ്ങുകയും അതിനുശേഷം റഷ്യയുടെ എയർഫോഴ്സ് പൈലറ്റ് ആ ഒരു റിക്വസ്റ്റ് റിജക്ട് ചെയ്തിട്ടുണ്ട്. ഇതൊരു ക്ലിയർ എസ്കലേഷൻ ആണ്. ഞങ്ങളുടെ എയർ സ്പേസിനുള്ളിലേക്ക് നിങ്ങൾ കടന്നതുകൊണ്ട് നിങ്ങളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഞങ്ങളുമായുള്ളൊരു കമ്മ്യൂണിക്കേഷൻ നിങ്ങൾ റിജക്റ്റ് ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ ഇതിലും വലിയൊരു വയലേഷൻ റഷ്യക്ക് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അറിഞ്ഞുകൊണ്ടാണ് അവരിത് ചെയ്തത്. അതേ സംഭവത്തിലൂടെ തന്നെ വ്യക്തമാകുന്നുണ്ട്. ഇതിനുശേഷം ഒരു പക്ഷേ നാറ്റോ എയർ സ്പേസിനുള്ളിൽ റഷ്യയുടെ ഫൈറ്റർ ജെറ്റ്സ് എന്തെങ്കിലും കയറുകയാണെങ്കിൽ, അല്ലെങ്കിൽ റഷ്യയുടെ ഡ്രോണുകൾ അകത്തേക്ക് കടന്നാൽ വാർണിംഗ് ഷോട്ട്സ് ഫയർ ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. അവരുടെ പക്കൽ ഒരേ ഒരു തവണ ഒരു മുന്നറിയിപ്പ് നൽകുക, അതിനുശേഷം നമ്മുടെ സർഫസ് ടു എയർ മിസൈൽ സിസ്റ്റംസ് ഉപയോഗിച്ച് അല്ലെങ്കിൽ യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ച് ആ വിമാനങ്ങളെ വെടിവെച്ച് വീഴ്ത്തണം. അങ്ങനെ വെടിവെച്ച് വീഴ്ത്തിയാൽ മാത്രമേ റഷ്യക്ക് ഇതിന്റെ സീരിയസ്നെസ് മനസ്സിലാവുകയുള്ളൂ.
നാറ്റോ എയർ സ്പേസിനുള്ളിലേക്ക് ഇതിനുശേഷം ഏത് തരത്തിലുള്ള യുദ്ധവിമാനത്തെയും ഏതൊരു ഡ്രോണുകളെയും അയക്കാൻ അവർ ശ്രമിക്കാനേ പാടില്ല. ഇങ്ങനെ ചെക്ക് റിപ്പബ്ലിക് പ്രസിഡന്റ് പവൽ അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞിട്ടുണ്ട്. ഇതുവരെയും ഇത്തരം ഒരു ത്രെഡ് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ്, വെടിവെച്ച് വീഴ്ത്തണം എന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഏതൊരു രാജ്യവും റഷ്യ നോക്കി പറഞ്ഞിട്ടില്ല. റഷ്യ ഉക്രൈൻ യുദ്ധം ആരംഭിച്ചതിനു ശേഷം പറഞ്ഞിട്ടില്ല. എസ്റ്റോണിയ പോലും ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടില്ല. എന്നാൽ ചെക്ക് റിപ്പബ്ലിക് പറഞ്ഞിട്ടുള്ള ഈ ഒരു സ്റ്റേറ്റ്മെന്റ് കാരണം ക്രെംലിനിൽ നിന്ന് ഒരു വലിയ ബാക്ക്ലാഷ് തന്നെ വന്നിട്ടുണ്ട്. ക്രെംലിൻ അവരുടെ വാർത്തയിൽ പറഞ്ഞത് UK ഫൈറ്റർ ജെറ്റ്സ് പോളണ്ടിലേക്ക് അയക്കുന്നുണ്ട്, മറ്റു രാജ്യങ്ങൾ റഷ്യക്കെതിരെയുള്ള സ്റ്റേറ്റ്മെന്റ്സ് നൽകുന്നുണ്ട്. എന്നാൽ നിങ്ങളെല്ലാം ഒരു കാര്യം മറക്കുകയാണ്, റഷ്യയുടെ പക്കൽ നിങ്ങളുടെ പക്കൽ ഉള്ളതിനേക്കാളും വലിയൊരു ആർസണൽ ഉണ്ട്. ഈ പ്രശ്നങ്ങൾ ഇത്രത്തോളം വലുതാകാൻ തന്നെ കാരണം UK ആണ്. UK എന്ന രാജ്യം ഈ പ്രശ്നങ്ങൾ അവസാനിപ്പിക്കണം, അല്ലെങ്കിൽ പ്രശ്നങ്ങൾ അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങളെങ്കിലും എടുക്കുകയാണെങ്കിൽ എന്നെ യുദ്ധം അവസാനിപ്പിക്കാൻ കഴിയുമായിരുന്നു. പക്ഷേ അവർക്ക് ആവശ്യമായ ഫണ്ടിങ് നൽകുക, അവർക്ക് ആവശ്യമായ ആയുധ സഹായം നൽകുക, ഇങ്ങനെ ഇപ്പോഴും ആ യുദ്ധത്തെ അവരാണ് വളർത്തിക്കൊണ്ടു പോകുന്നത്. നിങ്ങളീ പറയുന്ന ഏതൊരു പ്രൊവോക്കേറ്റീവ് സ്റ്റേറ്റ്മെന്റ്സിനും റഷ്യ ഇമ്മീഡിയറ്റ് റെസ്പോൺസ് നൽകില്ല. ഞങ്ങൾ ഏതൊക്കെ തരത്തിൽ മറുപടി നൽകുമെന്നുള്ളത് നിങ്ങൾ കാത്തിരുന്ന് തന്നെ കാണണം. ഇങ്ങനെ ഒരു റിപ്ലൈ ആണ് നൽകിയത്. അപ്പോൾ ചെക്ക് റിപ്പബ്ലിക് ഒരു ഭാഗത്ത് ആക്രോശിക്കുന്നു, ഇത് നാറ്റോയ്ക്കുള്ളിലുള്ള ഒരു സാധാരണ കാര്യമാണ്. എന്നാൽ റഷ്യയുടെ ഒരു വിമാനത്തെ വെടിവെച്ച് വീഴ്ത്തുകയാണെങ്കിൽ അത് റഷ്യയുടെ ഒരു ബിഗ്ഗസ്റ്റ് റെസ്പോൺസിനെ തന്നെ ട്രിഗർ ചെയ്യും. ഉക്രൈൻ തന്നെ ചില റഷ്യൻ ഫൈറ്റർ ജെറ്റ്സിനെ ഡൗൺ ചെയ്യുമ്പോൾ അതിന്റെ റിവഞ്ച് റഷ്യ നൽകിയിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ റഷ്യയുടെ അപ്ഡേറ്റഡ് ഡോക്ട്രിൻ, അവരുടെ എയർഫോഴ്സിന്റെ അപ്ഡേറ്റ് എടുത്ത് നോക്കിയാൽ ഒരു യുദ്ധമല്ലാത്ത രാജ്യം, റഷ്യയുമായി യുദ്ധം ചെയ്യാത്ത ഒരു രാജ്യം റഷ്യയുടെ വിമാനത്തെ വെടിവെച്ച് വീഴ്ത്തുകയാണെങ്കിൽ അതിനുള്ള റെസ്പോൺസ് റഷ്യയുടെ ട്രൈ ഫോഴ്സസ് നൽകും. കപ്പൽ സേന, കാലാൾപ്പട, വ്യോമസേന, എല്ലാ സേനയും ഉടൻ തന്നെ നൽകുമെന്നുള്ളതാണ് അവർ അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിനു മുൻപ് ചില സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. തുർക്കിയൊക്കെ ഒരു സമയത്ത് റഷ്യയുടെ യുദ്ധവിമാനങ്ങളെ വെടിവെച്ച് വീഴ്ത്തിയിരുന്നു. അതൊരു സിറിയ സംബന്ധിക്കുന്ന ക്ലാഷിലായിരുന്നു. എന്നാൽ അപ്പോഴൊന്നും അവർ ഈ ഡോക്ട്രിൻ അപ്ഡേറ്റ് ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ റഷ്യ ഇപ്പോൾ ഇത്തരമൊരു അപ്ഡേറ്റ് ചെയ്ത സാഹചര്യത്തിൽ ഒരു പക്ഷേ നാളെ ഏതെങ്കിലും ഒരു സെക്യൂരിറ്റി ബ്രീച്ച് സംഭവിക്കുമ്പോൾ റഷ്യൻ വിമാനങ്ങളെ വെടിവെച്ച് വീഴ്ത്താനുള്ള ശ്രമങ്ങൾ നാറ്റോ എടുത്താൽ അതിൻ്റെ കോൺസിക്വൻസസും തീർച്ചയായും വളരെ സിവിയർ ആയിരിക്കും. അത് നാറ്റോയ്ക്കും അറിയാം. എന്നാൽ ഇവിടെ ഇവരുടെ ഒരു ഇമേജ് കാത്തു സൂക്ഷിക്കാനായി ഇങ്ങനെയൊക്കെ ചെയ്യും. കാരണം 12 മിനിറ്റ് ഒരു എയർക്രാഫ്റ്റ് അകത്ത് ഉണ്ടായിട്ടുണ്ട്. ഒന്ന് ചിന്തിച്ച് നോക്കുക, നിങ്ങളുടെ ശത്രു, ആ ശത്രുവിൻ്റെ എയർക്രാഫ്റ്റ് നിങ്ങളുടെ എയർ സ്പേസിനുള്ളിലേക്ക് കടന്ന് 12 മിനിറ്റ് ഉണ്ടായിരുന്നു. അപ്പോഴും നിങ്ങളെ കൊണ്ടൊന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല. അതും ആ ഫൈറ്റർ ജെറ്റ്സിനെ ട്രാക്ക് ചെയ്യാൻ പോലും സാധിച്ചില്ല. അകത്ത് വന്ന ഫൈറ്റർ ജെറ്റ്സിനെ നിങ്ങളെ കൊണ്ട് ട്രേസ് ചെയ്യാൻ പോലും കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഇതിനേക്കാൾ വലിയൊരു അപമാനം നാറ്റോയ്ക്ക് ഉണ്ടാവുകയില്ല. അതിനേക്കൊന്ന് കവറപ്പ് ചെയ്യാൻ വേണ്ടി പുതിയൊരു സ്റ്റേറ്റ്മെന്റ് നൽകിയിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ചില സ്റ്റേറ്റ്മെന്റ്സ് മാത്രമാണ് വരുന്നത്. അതിനുവേണ്ടി മാത്രമാണ് ഇങ്ങനെയുള്ള സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ നൽകുന്നത്. അല്ലെങ്കിൽ ചെക്ക് റിപ്പബ്ലിക് പ്രസിഡന്റ് ഇത്തരമൊരു സ്റ്റേറ്റ്മെന്റ് റഷ്യക്കെതിരെ പറയണം, അല്ലെങ്കിൽ നാറ്റോ സംബന്ധിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് പുറത്തു പറയേണ്ട ആവശ്യമേ അവിടെ ഇല്ലായിരുന്നു. മാത്രവുമല്ല, കുപ്യാൻസ്കിന്റെ ബാറ്റിൽ എന്നത് വളരെ സിവിയർ ഇപ്പോൾ സംഭവിക്കുകയാണ്. കുപ്യാൻസിൽ റഷ്യയുടെ ബാറ്റിൽ ടെക്നിക്സ് തന്നെ മാറിയിട്ടുണ്ട്. 4 ബിൽഡിംഗ്സിലധികം അവിടെ കൺട്രോളിലേക്ക് വന്നിട്ടുണ്ട്. ഇപ്പോൾ ചെയ്തത് റഷ്യയുടെ ഏരിയൽ അസോൾട്ട് ഈ കുപ്യാൻസ്, അതിന് മുൻപിലുള്ള ഫോർവേഡ് പൊസിഷൻസിലെ പല പ്രധാനപ്പെട്ട പൊസിഷൻ നടക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇന്നലെ മാത്രം കുപ്യാൻസിന്റെ ഫ്രണ്ട് പൊസിഷനിൽ 18-ലധികം ഗ്ലൈഡ് ബോംബ്സ് അറ്റാക്ക് സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ക്ലിയറിംഗ് പൊസിഷൻസിൽ റഷ്യ ഷോട്ട് ചെയ്യുന്നത് വളരെ എളുപ്പത്തിൽ അവരുടെ സേന മുന്നിലേക്ക് പോകാൻ വേണ്ടിയാണ്. അവരുടെ കാലാൾപ്പട അല്ലെങ്കിൽ അവരുടെ ടാങ്ക് സേന യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ മുന്നോട്ട് പോകാനായി അവിടെയുള്ള ക്രിട്ടിക്കൽ ബിൽഡിങ്സിനെല്ലാം ആക്രമിക്കുന്നു. അതായത് ഒരു യുദ്ധ സാഹചര്യം സംഭവിക്കുമ്പോൾ ഓരോ ബിൽഡിങ്ങും അവർക്ക് ആവശ്യമായ ഒരു കവറേജ് നൽകും. അതായത് പല നില കെട്ടിടമുണ്ടെങ്കിൽ അതിൽ ആരെവിടെ ഉണ്ടെന്ന് പോലും അറിയില്ല. അപ്പോൾ വളരെ എളുപ്പത്തിൽ ഡ്രോൺ വാർഫെയർ ചെയ്ത് അകത്തേക്ക് വരുന്ന റഷ്യൻ ടാങ്ക്സിനെ ഉക്രൈനെ കൊണ്ട് നശിപ്പിക്കാൻ കഴിയും. അതുപോലെ അകത്തേക്ക് വരുന്ന റഷ്യൻ സൈനികർക്കെതിരെ സ്നൈപ്പേഴ്സ് വെച്ച് അറ്റാക്ക് ചെയ്യാൻ കഴിയും. ഒരു ചെറിയ പാസേജ് ഉണ്ടെങ്കിൽ മാത്രം മതി. അതിലൂടെ സ്നൈപ്പർ 2 കിലോമീറ്റർ 3 കിലോമീറ്റർ മാറിയുള്ള സൈനികരെ പോലും ടാർഗറ്റ് ചെയ്ത് അറ്റാക്ക് ചെയ്യും. റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ ഇതൊക്കെ ഒരു ചരിത്രമായി തന്നെ മാറിയിട്ടുണ്ട്. ഏകദേശം 3 കിലോമീറ്റർ ദൂരത്തിലുള്ള സൈനികരെ, 2 സൈനികരെ ഉക്രൈൻ സൈനികർ ഒറ്റ സിംഗിൾ ഷോട്ടിലൂടെ 2 സൈനികരെ കൊന്ന ഒരു ചരിത്രം അടുത്തിടെ പോലും പതിഞ്ഞു. അപ്പോൾ മുന്നിലുള്ള ഈ ക്രിട്ടിക്കൽ ഹിറ്റേഴ്സ്, മുന്നിലുള്ള ഈ തടസ്സങ്ങളെ റഷ്യ അവിടെ ഗ്ലൈഡ് ബോംബ്സ് ഉപയോഗിച്ച് ക്ലിയർ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ കൂടുതൽ ഗ്ലൈഡ് ബോംബ്സ് അറ്റാക്ക് അവിടെ സംഭവിക്കുമ്പോൾ ഉക്രൈൻ്റെ സർഫസ് ടു എയർ മിസൈൽ സിസ്റ്റം അവിടെ നിന്ന് റീലൊക്കേറ്റ് ചെയ്യേണ്ട ഒരു സാഹചര്യത്തിലേക്ക് തള്ളപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ബാറ്റിൽ ഓഫ് കുപ്യാൻസ് എന്നത് റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ നമ്മൾ കണ്ട മറ്റ് ബാറ്റിൽസിനേക്കാളും വളരെ മോശമായ ഒരു ഫലമാണ് 2 വിഭാഗത്തിനും നൽകുന്നത്. റഷ്യയ്ക്കുമുണ്ട്, ഉക്രൈൻ അതിനേക്കാളും ഒരു പടി മുകളിൽ വലിയ നഷ്ടമുണ്ടാകുന്നുണ്ട്. റഷ്യയ്ക്ക് എയർ കവർ അവിടെ പൂർണ്ണമായും ലഭിക്കുന്നുണ്ട്. ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്?
റഷ്യ കുപ്യാൻസ് ബാറ്റിൽ വളരെ ഗുരുതരമായി തന്നെ നടത്തിക്കൊണ്ടു പോകുന്നുണ്ട്. ഒരു വശത്ത് നോക്കിയാൽ റഷ്യയുടെ വിമാനങ്ങളെ വെടിവെച്ച് വീഴ്ത്താനായി നാറ്റോയിലുള്ള ചില രാജ്യങ്ങൾ തന്നെ സ്റ്റേറ്റ്മെന്റ്സ് പറയുന്നുണ്ട്. ഇവയെല്ലാം ഈ യുദ്ധത്തെ വീണ്ടും വീണ്ടും വളരെ അടുത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട്. നാറ്റോ വേഴ്സസ് റഷ്യ എന്ന യുദ്ധത്തിനടുത്തേക്ക് കൊണ്ടുവരുന്നുണ്ട്. നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കുക. റഷ്യ വേഴ്സസ് നാറ്റോ എന്ന പ്രശ്നം വളരെ ദൂരെയാണെന്നായിരിക്കും ഒരുപക്ഷെ പലരും ചിന്തിക്കുക. എന്നാൽ റഷ്യയുടെ ഒരു യുദ്ധവിമാനത്തെ നോക്കി നാറ്റോയുടെ സർഫസ് ടു എയർ മിസൈൽ സിസ്റ്റം ഫയർ ചെയ്താൽ, അല്ലെങ്കിൽ വീണ്ടും ഇങ്ങനെയുള്ളൊരു പ്രൊവോക്കേഷൻസ് ഒക്കെ സംഭവിക്കുമ്പോൾ ഒരു വാർണിംഗ് ഷോട്ട് ഫയർ ചെയ്ത് അതൊരു വലിയ പ്രശ്നത്തിൽ അവസാനിച്ചാലോ? നാറ്റോ വേഴ്സസ് റഷ്യ എന്ന പ്രശ്നം തുടങ്ങും. ഇപ്പോൾ വളരെ ക്ലോസസ്റ്റ് ഡിസ്റ്റൻസിലാണ് ഈ രണ്ട് രാജ്യങ്ങളും ഉള്ളത്. ഇവരുടെ സ്റ്റേറ്റ്മെന്റ്സിനെ സംബന്ധിച്ചിടത്തോളം അതൊരു മുന്നറിയിപ്പായി മാത്രമാണ് കാണുന്നത്. പഴയതിനെ ഓവർ ഷെയ്ഡ് ചെയ്യാനായി പല സ്റ്റേറ്റ്മെന്റ്സും പുറത്തുവിടുന്നുണ്ട്. സത്യത്തിൽ ഇവിടെ നാറ്റോ വേഴ്സസ് റഷ്യ എന്ന പ്രശ്നം വരികയാണെങ്കിൽ ഈ സംസാരിക്കുന്ന പല രാജ്യങ്ങളും മുന്നിൽ കാണുകയില്ല. അത് ആരായിരുന്നാലും ശരി, പോളണ്ട് ആയിക്കോട്ടെ, മറ്റ് ബാൾട്ടിക് രാജ്യങ്ങളായിക്കോട്ടെ, ചെക്ക് റിപ്പബ്ലിക് ആയിക്കോട്ടെ, ആരും ഫ്രണ്ട് ലൈനിൽ കാണില്ല. അങ്ങനെയുള്ളപ്പോൾ ഇവർ നൽകുന്ന ഈ സ്റ്റേറ്റ്മെന്റ്സിനെല്ലാം നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത്? നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക. കൂടുതൽ അപ്ഡേറ്റ്സിനായി വോയിസ് ഓഫ് വിക്കിയെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.